മറ്റേ കുട്ടപ്പൻ ചേട്ടന്റെ ഭാര്യ. ഞാൻ കുട്ടപ്പൻ ചേട്ടന്റെ ഭാര്യ. ഓ അത് ശരി. നിങ്ങളെന്താ പിണക്കമൊക്കെ ആയിരുന്നില്ലേ? ഇപ്പൊ പിണക്കൊന്നുമില്ല, മാറി. അതെപ്പോഴും? കുറച്ചു നാളായി ഇപ്പൊ നേരെ പോകുന്നു. കുട്ടപ്പ എവിടെ? ചേട്ടൻ രാവിലെ മലപ്പുറത്ത് ജോലിക്ക് വേണ്ടി പോയിരിക്കുക. ആ അത് ശരി. ജോലിക്കൊക്കെ പോയി തുടങ്ങിയല്ലേ? ഇപ്പൊ കുടുംബമൊക്കെ നോക്കണുണ്ട്. ഓ മലപ്പുറത്തെന്ന് പറയുമ്പോ അപ്പൊ എല്ലാ ദിവസവും വരാനൊന്നും പറ്റൂലായിരിക്കും. ഇല്ല, കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ആ നന്നായി. കൊച്ചിപ്പ വന്ന കാര്യം? ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് ആശുപത്രി കിടന്നിരുന്നല്ലോ, സാറിന് അറിയാലോ അത്. ഞാൻ പറഞ്ഞില്ലേ അന്ന് ആശുപത്രി കുട്ടവന്റെ വൈഫ് ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോ ചേട്ടൻ സാറിന്റെ കയ്യിൽ നിന്ന് ഒരു 1000 രൂപ കടം വാങ്ങിച്ചിരുന്നേ. ഓ അതെ, അത്യാവശ്യം. പിന്നെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആണല്ലോ, ചോദിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ കൊടുത്തിരുന്നു. അത് സാറിന് തരാൻ വേണ്ടി ചേട്ടൻ കുറച്ച് ദിവസം ഇവിടെ വന്നിരുന്നു. അത് ചേച്ചി കണ്ടിരുന്നു. ആ പൈസ തിരിച്ചു തരാനായിട്ട് ഇവിടെ വന്നിരുന്നു? അതെ വന്നിരുന്നു. എന്നിട്ട് അവൻ ഒന്നും പറഞ്ഞില്ലേ നിന്നോട്? വന്നു, വെറുതെ ഇവിടെ ചായ കുടിച്ചിട്ട് അങ്ങ് പോയി. എന്നോട് പറഞ്ഞില്ല ഇതിനാ വന്നതെന്ന് പറഞ്ഞില്ല. ഇവിടെ വന്നിരുന്നു, അത് തരാൻ വേണ്ടിയാ വന്നിരുന്നത് ചേട്ടൻ. ഓഫീസിലും വന്നെന്ന് പറഞ്ഞ ഞാൻ, പക്ഷെ തിരക്കായി പോയി, അതുകൊണ്ട് അവനെ കാണാൻ പറ്റിയില്ല. അത് സാരമില്ലായിരുന്നു, ഇത്ര ധൃതിയൊന്നുമില്ല. സാവകാശം തന്നാലും മതിയായിരുന്നു. അത് കണ്ട് തരാൻ വേണ്ടിക്കാ വന്നിരുന്നു. അപ്പൊ സാറിനെ കാണാത്തോണ്ടാ ചേട്ടൻ പോയത്. അപ്പം രാവിലെ പോയപ്പോഴും വിളിച്ചു പറഞ്ഞു സാറിന് 1000 രൂപ തരാനുള്ളത് തരണേന്ന് പറഞ്ഞിരുന്നു. അത് തരാനാണ് ഇപ്പൊ വന്നേ. അതൊന്നും ഒരു അത്യാവശ്യമൊന്നും അല്ലായിരുന്നു. അതിപ്പോ ചേട്ടൻ അങ്ങനെ ആരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയാലും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ചേട്ടൻ ഒരു സമാധാനം കാണത്തില്ല. അതാ അത് എല്ലാവർക്കും അങ്ങനെ, ആണുങ്ങൾക്കുള്ള ഒരു പ്രശ്നം അതാണ്. കിടന്നാലത് വലിയതാണ്. അപ്പൊ സാറിത് വാങ്ങണം. അപ്പൊ നന്ദി, വളരെ ഉപകാരം. ഒന്നും വേണ്ട. കുട്ടപ്പൻ ചേട്ടനോട് ഞങ്ങളുടെ അന്വേഷണം പറയണായിരിക്കും, വരാൻ പറയൂ. ഞാൻ ഇടയ്ക്ക് വരാൻ പറയാം. കുറച്ച് ദിവസം കഴിഞ്ഞ് വരും, അപ്പോഴത്തേക്ക് പറയാം. കുടുംബമായിട്ട് വരണം കേട്ടോ. വരാം. ശരി, നന്ദി. ശരി സാർ, സ്പോട്ട്. കഷ്ടായിപ്പോയല്ലേ, വെറുതെ പാവത്തിനെ സംശയിച്ചു. വെറുതെ കൂട്ടപ്പനെ സംശയം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഞാൻ അപ്പോഴും എന്തു പറഞ്ഞു? അത് വേണ്ട. എന്തായാലും കുട്ടപ്പൻ ചേട്ടൻ ഞാൻ സമ്മതിച്ചു കേട്ടോ. നിവൃത്തിയില്ലെങ്കിലും കടം മേടിച്ച പൈസ ആയാലും തിരിച്ചു തരാനുള്ള മാന്യത കാണിച്ചത്. നിങ്ങൾ എന്താ ക്ലീറ്റോ അങ്ങനെ ആവാത്തെ?